ഓം ശാന്തി. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗം മുറിഞ്ഞു പോയാൽ പോലും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അതിനെ നേരിട്ട് മുന്നോട്ട് വരുന്നവർ. ചില ആളുകൾ എവിടെയെങ്കിലും ഒരു ചെറിയ വേദന ഉണ്ടായാൽ പോലും ആ വേദനയുടെ പേരും പറഞ്ഞുകൊണ്ട് തൻ്റെ കാര്യങ്ങളെ മാറ്റിവെക്കുന്നവർ. ചെറിയ ഒരു മഴക്കാർ വരുമ്പോഴത്തേക്കും മഴ പെയ്യോ എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യങ്ങളെ മാറ്റിവെക്കുന്നവരും കടുത്ത മഴയിൽ പോലും തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുന്നവരെയും രണ്ടും കാണാറില്ലേ? കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും തോറ്റുകൊടുക്കുന്ന ആളുകളും എന്തു തന്നെ സംഭവിച്ചാലും ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളും. അതെന്തുകൊണ്ടാണ് രണ്ട് വിഭാഗം? ഒറ്റ കാരണമാണ്, നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെങ്കിൽ എന്തു തന്നെ വന്നാലും ആ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതേ ഉള്ളൂ. മനസ്സിനെ പവർഫുള്ളാക്കി മാറ്റാൻ വേണ്ടിക്കൊണ്ട് മറ്റെവിടെ നിന്നും ആരും നിങ്ങൾക്ക് ഊർജം തരാനില്ല. സ്വയം എനിക്ക് മാറണം എന്ന് നിശ്ചയിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. അതെന്തിലായിക്കോട്ടെ, അഡിക്ഷനിലായിക്കോട്ടെ, ലൈഫിൽ ഏതെങ്കിലും സ്വഭാവം മാറ്റുന്ന കാര്യമാവട്ടെ, റിലേഷൻഷിപ്പിനെ നന്നാക്കണ കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ധനത്തെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ലൈഫിൽ നിങ്ങൾ ഏത് പാർട്ടിലുള്ളവരാണെങ്കിലും, അത് ക്യാപ്റ്റനാണെങ്കിലും മിലിറ്ററി ക്യാപ്റ്റൻ ആണെങ്കിലും എയർഫോഴ്സിൻ്റെ ആണെങ്കിലും നേവിയിലെ ആണെങ്കിലും കാർ ഓടിക്കുന്നവരാണെങ്കിലും റിക്ഷ ഓടിക്കുന്നവരാണെങ്കിലും അല്ല ഫ്ലൈറ്റ് പറത്തുന്നവരാണെങ്കിലും, നിങ്ങൾ ഏത് തലത്തിലുള്ളവരായിക്കോട്ടെ, വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ നിരന്തരമായിരിക്കുന്ന പരിശ്രമവും നിരന്തരമായിരിക്കുന്ന ലക്ഷ്യബോധവും മാത്രമാണ് ഒരു മനുഷ്യനെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഒന്നാമത്തെ കാര്യം, സ്റ്റോപ്പ് കംപ്ലൈനിങ്. പരാതി പറയുന്നത് നിർത്തുക. നമുക്ക് വേണ്ടി ഈ ലോകത്തെല്ലാവരും മാറിയിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. ഒരു പുതിയ കാറ് വാങ്ങിച്ചതുകൊണ്ട് റോഡിൽ ട്രാഫിക്കൊക്കെ ഇല്ലാണ്ടാവട്ടെ എന്നിട്ട് ഞാൻ കാറെടുത്ത് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും കാറെടുത്ത് പുറത്ത് പോകാനേ സാധ്യമല്ല. തിരക്കിനുള്ളിലൂടെ സ്വന്തം കാറ് സുരക്ഷിതമായിട്ട് ഓടിക്കാൻ പഠിക്കുമ്പോൾ മാത്രമാണ് ഡ്രൈവിങ്ങിൻ്റെയും പുതിയ കാറിൻ്റെയും സുഖം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് പരാതികളെ നിർത്തുക. അവർ കാരണം കൊണ്ട് ഇവർ കാരണം കൊണ്ട് എന്ന് പറയുന്നവർ അവനവൻ്റെ കാരണത്തെ മറച്ചു വയ്ക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഇത്തരം കാരണങ്ങൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കേണ്ട, അവനവനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഒന്നുകിൽ അവരൊക്കെ കാരണം കൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കും, കാരണം പറയുന്നവർ അവിടെ തന്നെ ഇരുന്നേക്കും, മറ്റുള്ളവർ അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഞാൻ ഓർത്തുപോകും പരമാത്മ മഹാവാക്യം, നിങ്ങൾ ഒരിക്കലും ഹിന്ദിയിൽ പറയും ബദല നഹി ലോ ബദൽ കർ ദിഖാവോ എന്ന്. നിങ്ങൾ ആരോടും പ്രതികാരം ചെയ്യാൻ പോണ്ട, പക്ഷെ അവനവനെ മാറ്റിക്കാണിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുകൊണ്ട് അവരോടതായിട്ടുള്ള വിദ്വേഷവും വെറുപ്പും സ്വന്തം മനസ്സിൽ വെച്ചാൽ അവനവൻ്റെ മനസ്സിനെയാണ് നമ്മൾ ചീഞ്ഞ് നാറുന്നതാക്കുന്നത്, അവനവൻ്റെ മനസ്സിനെയാണ് മോശമാക്കുന്നത്. അതുകൊണ്ട് ആരെക്കുറിച്ചും പരാതി പറയാതെ എവിടെയൊക്കെ നമുക്ക് മാറണോ ആ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ എന്തെല്ലാം ആളുകൾ തടസ്സവുമായി വരുന്നോ, ഏതൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നു, അതൊക്കെ നിങ്ങളെ മുന്നോട്ടേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കുന്ന, മുന്നോട്ടേക്ക് നിങ്ങളെ പറത്തിക്കൊണ്ടു പോകുന്നതായിരിക്കുന്ന സാധനം കൊടുങ്കാറ്റിനെ സമ്മാനമാക്കി മാറ്റാൻ പറ്റും. ചുഴലിക്കാറ്റ് കണ്ടിട്ടില്ലേ? അത് താഴത്ത് വന്ന് പൊക്കി കൊണ്ടുപോയിട്ട് വെയിറ്റ്ലെസ് ആണ് പോവാമെങ്കിൽ അത് സേഫായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കും. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ വിധമുള്ള കൊടുങ്കാറ്റിനെ സമ്മാനമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും, പരാതി പറയാവുന്നൊരു സ്വഭാവത്തെ നിർത്തലാക്കിയാൽ. രണ്ടാമത്തെ, സ്റ്റോപ്പ് സീക്കിംഗ് കംഫർട്ട് സോൺ. നമുക്ക് സ്വസ്ഥമായി ഇരുന്നിട്ട് ആർക്കും ഒന്നും നേടാൻ പറ്റില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, പഠിച്ചു, ഡിഗ്രിയുടെ അതാത്തൊരു ജോലി കിട്ടി, അത് ചെയ്തു, വൈകുന്നേരം വീട്ടിൽ വന്നു, സ്വസ്ഥമായിട്ട് ഉറങ്ങി, രാവിലെ എഴുന്നേറ്റ് സ്വസ്ഥമായി പോകുന്നു. അതേ സ്വസ്ഥതയിൽ അവസാനം വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് വേണമെങ്കിൽ, എന്തെങ്കിലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സ്വസ്ഥതയുടെ ഫീൽഡിൽ നിന്ന് പുറത്ത് കടക്കണം. അതിൻ്റെ ഒരു കവചത്തിനുള്ളിൽ നിൽക്കുന്ന ആരും തന്നെ ലൈഫിൽ ഉയർന്നതായിട്ടൊന്നും നേടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയെ പവർഫുള്ളാക്കാൻ വേണ്ടിക്കൊണ്ട് സ്വസ്ഥതയെ മാറ്റിയിട്ട് ഇന്നത്തെ ദിവസം എൻ്റെ ഉള്ളിൽ പവർ ജനറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒന്ന് പുതിയത് എനിക്ക് പഠിക്കണം. നിങ്ങൾ കുറച്ച് ഫ്രീ ആണോ, കുറച്ച് കൂടുതൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇൻറ്റേർണൽ ജേർണി നന്നായി ചെയ്തുകൊണ്ട് നമ്മളെ പവർഫുള്ളാക്കാൻ വേണ്ടി നോക്കൂ. നല്ലൊരു ബുക്ക് വായിച്ചുകൊണ്ട് കുറേ പുതിയ ആശയങ്ങൾ സ്വന്തമാക്കി പ്രാവർത്തികമാക്കാൻ വേണ്ടി സമയം കണ്ടെത്തൂ. ഒരു പുതിയതായിട്ടുള്ള മേഖല ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, എവിടെന്നെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കും.
മറ്റൊരു കാര്യം, നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്നത് അങ്ങ് ഒഴിവാക്കിയേക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, എക്സ്ക്യൂസ് ആൻഡ് സക്സസ് വിൽ നോട്ട് കം ടുഗദർ എന്ന്. ഒരിക്കലും ഒഴിവ് കഴിവുകളും ജയവും ഒന്നിച്ച് നിൽക്കാറില്ല. ഒഴിവ് കഴിവ് പറയുന്നവർ, ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യാതിരിക്കാനുള്ള 1000 കാരണങ്ങളും, ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന 1000 കാരണങ്ങളും നിരത്താറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവന്നേ പറ്റൂ. ഒരു പക്ഷേ മോട്ടിവേഷൻ കൂടുതലും കുറവൊക്കെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും ഉണ്ടാവാം. പക്ഷേ സെൽഫ് ഡിസിപ്ലിനിൽ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡെയിലി റൂട്ടീൻ തന്നെ അന്നേക്ക് വേണ്ടതായിരിക്കുന്ന ഊർജ്ജത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ സഹായിക്കും. അത് മുന്നോട്ട് പോകുന്നതിൽ അന്ന് ഒരുപാട് ദൂരം ഓടിയില്ല എങ്കിൽ പോലും പിറ്റേ ദിവസം ഒരുപാട് ദൂരം ഓടാനുള്ളതായിരിക്കുന്ന ഊർജം ജനിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് ലൈഫിൽ എന്നും പുതിയ പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് ഇന്ന് എല്ലാ ദിവസവും ചുടുവെള്ളത്തിലാണ് കുളിക്കുക, ഞാൻ ഇന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിച്ച് നോക്കൂ. കുറച്ച് ചെയ്യാൻ ഹാർഡായിരിക്കുന്ന കാര്യങ്ങളെ, കുറച്ച് റിസ്ക് ആണെന്നറിയാം, അത് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടും, ബ്രെയിൻ പവർ കൂടും, നിങ്ങളുടെ മനസ്സ് എന്തിനും നേരിടാൻ വിധം സ്ട്രോങ് ആയിട്ട് മാറും. അങ്ങനെ ലൈഫിൽ സ്വന്തം ഡെവലപ്മെൻറ്റും സ്വന്തം സ്ട്രെങ്ത്തും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ ഒരാൾക്കും തോൽപ്പിക്കാനാവാത്ത അൺസ്റ്റോപ്പബിൾ പേഴ്സണാലിറ്റി, ആർക്കും തോൽപ്പിക്കാനാവാത്ത ശക്തമായ മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ട്, വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിക്കൊണ്ട് മാറാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഡെയിലി റൂട്ടീൻ ഡിസിപ്ലിൻ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കുറച്ച് സമയം പ്രെയർ ചെയ്യുക, കുറച്ച് സമയം വ്യായാമം ചെയ്യുക, കുറച്ച് സമയം പഠിക്കുക, മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഈശ്വരന് കത്തെഴുതുക, ഉറങ്ങും മുന്നേ കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്ത് നമ്മളെ പവർഫുൾ ആക്കിക്കൊണ്ട് എൻഡോക്രൈൻ്റെ പ്രൊഡക്ഷനോട് കൂടി ഡെൽറ്റ വേവ്സിൽ ഉറങ്ങത്തക്ക രീതിയിൽ നമ്മളെ ഒരു കൃത്യമായ ലൈഫ് സ്റ്റൈൽ റൂട്ടീൻ പവർഫുൾ ആക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സക്സസ്സിനെ തടയാൻ ആർക്കും സാധ്യമല്ല. എന്നും ജയിക്കുന്ന വിജയികളായി മാറട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.